We will now look at the fourth reader response theory, psychological reader response criticism. Psychoanalytic Norman Holland is a major proponent of this school. He believes that readers' motives strongly influence how they read. Holland focuses on what readers' interpretations reveal about themselves, not about the text. Holland employs psychoanalytic concepts and focuses on the psychological responses of readers. Holland believes that we react to literary texts with the same psychological responses we bring to events in our daily lives. The situations that cause my defenses to emerge in my interpersonal life will cause my defenses to emerge when I read. To use a simple example, if I am quick to dislike people who are talkative, then I will probably be quick to dislike any fictional character who are talkative. The immediate goal of interpretation, like the immediate psychological goal of our daily lives, is to fulfill our psychological needs and desires. നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാണോ ചില സംഭവങ്ങളെ നേരിടുന്നത്, അതുമായിട്ട് പ്രതികരിക്കുന്നത്, അതുപോലെ തന്നെയാണ് നമ്മൾ കഥകൾ വായിക്കുമ്പോഴും ആ സംഭവങ്ങളുമായിട്ട് നമ്മൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന മാറ്റങ്ങൾ എന്നുള്ളതാണ് ഹോളണ്ട് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഒരു റീഡർ ഒരു കാര്യം ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത് എന്ന് നോക്കിയാൽ ആ ആളുടെ ചിന്തകളും ആ ആളുടെ വ്യാകുലതകളും ആ ആളുടെ ഇഷ്ടങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളതാണ് സൈക്കോ അനലിറ്റിക് ക്രിറ്റിസിസം പ്രാക്ടീസ് ചെയ്യുന്ന ഹോളണ്ട് പറയുന്നത്. ഹോളണ്ട് കോൾസ് ദ പാറ്റേൺ ഓഫ് അവർ സൈക്കോളജിക്കൽ കോൺഫ്ലിക്ട്സ് ആൻഡ് കോപ്പിംഗ് സ്ട്രാറ്റജീസ് അവർ ഐഡൻറ്റിറ്റി തീം. നമ്മൾ എങ്ങനെയാണ് ഒരു പ്രശ്നത്തിനെ നേരിടുന്നത്, നമ്മുടെ ചിന്തകൾ, ഇതിൻ്റെയൊക്കെ ഒരു പാറ്റേൺ ഉണ്ടല്ലോ, ഈ പാറ്റേണിനെയാണ് ഐഡൻറ്റിറ്റി തീം എന്ന് പറയുന്നത്. He believes that in our daily lives we project that identity theme onto every situation we encounter and thus perceive the world through the lens of our psychological experience. നമ്മുടെ മനസ്സിലുള്ള ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും ആശയങ്ങളും സംഘർഷങ്ങളും അതിൻ്റെയൊക്കെ ഒരു ഘടന അല്ലെങ്കിൽ പാറ്റേൺ നമ്മുടെ ഐഡൻറ്റിറ്റി തീം ആണെന്നാണ് ഹോളണ്ട് പറയുന്നത്. നമ്മുടെ ഈ മാനസിക ഘടന നമ്മൾ കാണുന്ന അല്ലെങ്കിൽ അനുഭവിക്കുന്ന കാര്യങ്ങളെയും സ്വാധീനിക്കും. ഒരു ലെൻസ് വെച്ച് നോക്കുന്നത് പോലെ ഈ ഐഡൻറ്റിറ്റി തീം നമ്മുടെ വായനാനുഭവത്തെയും സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഹോളണ്ട് പറയുന്നത്. അതുകൊണ്ട് എന്താ കാര്യം? അതുകൊണ്ട് ഹോളണ്ട് എന്ത് പറയുന്നതെന്ന് വെച്ചാൽ, നമുക്കൊരു വായനക്കാരിയുടെ ചിന്തിക്കുന്ന രീതി, മനസ്സ് നമുക്ക് കുറച്ചും കൂടിയൊക്കെ മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളതാണ് ആ ഇൻ്റർപ്രിട്ടേഷൻ വായിച്ചാൽ. ഈസ് ട്രൈങ് ടു അനലൈസ് the mind of the reader from this process. So when we read literature, we project our identity theme or variations of it onto the text. That is, in various ways we unconsciously recreate the world that exists in our mind. Our interpretations then are products of the fears, defenses, needs and desires we project onto the text. Interpretation is thus primarily a psychological process rather than an intellectual one. A literary interpretation may or may not reveal the meaning of the text, but to a discerning eye, it always reveals the psychology of the reader. The fifth reader response theory is the social reader response theory. നമ്മൾ അഫക്റ്റീവ് സ്റ്റൈലിസ്റ്റിക്സിൽ കണ്ട സ്റ്റാൻലി ഫിഷ് അദ്ദേഹത്തിൻ്റെ തിയറി ഒന്നുകൂടി മാറ്റി ഒരു സോഷ്യൽ കോണ്ടെക്സ്റ്റിൽ എങ്ങനെ ഈ ഇൻ്റർപ്രിട്ടേഷൻ നടക്കുന്നു എന്നുള്ളത് അനലൈസ് ചെയ്യുന്നതാണ്. We had learned about Stanley Fish, who developed the affective stylistics. Later, he focused on the social role of readers in interpreting texts. മുമ്പുള്ള തിയറികളിൽ റീഡർ റെസ്പോൺസ് ഇൻഡിവിജ്വൽ ലെവലിലായിരുന്നു.
ഫിഷ് ഇവിടെ വ്യാഖ്യാനങ്ങളെ ഒരു സാമൂഹിക പശ്ചാത്തലത്തിൽ, ഒരു സോഷ്യൽ കോണ്ടെക്സ്റ്റിൽ വിശകലനം ചെയ്യുകയാണ്. ഒരു വ്യക്തി ഒരു കൃതിയെ വായിക്കുമ്പോൾ ആ ആളുടെ കൂടെയുള്ളവർ അല്ലെങ്കിൽ അദ്ദേഹം വിഹരിക്കുന്ന സാമൂഹിക പശ്ചാത്തലം, പഠിച്ച സ്ഥാപനങ്ങൾ, അതിൽ നിന്നൊക്കെ സ്വാംശീകരിച്ചിട്ടുള്ള അറിവ് ഈ വ്യാഖ്യാനത്തെ സ്വാധീനിക്കുന്നുണ്ട്. ഫിഷ് came up with a concept called the interpretive community. What is it? നിങ്ങൾക്ക് കോളേജ് വിദ്യാഭ്യാസം കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളിൽ ഭാഷാപരമായും സാമൂഹികമായും പ്രത്യയശാസ്ത്രപരമായും മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗമായതുകൊണ്ട് നിങ്ങളുടെ വ്യാഖ്യാന രീതിയിൽ മാറ്റമുണ്ടായിട്ടുണ്ടാവും. അതിൽ കുറച്ച് സാമ്യതകളുണ്ടാവും. നിങ്ങൾ ഉപയോഗിക്കുന്ന പല വാക്കുകളും ശൈലികളും അതിലൊക്കെ സാമ്യതകളുണ്ടാവും. അതൊരു പക്ഷേ വേറെ കോളേജിലെ വിദ്യാർത്ഥികളുടെ ശൈലിയുമായിട്ട് ഉണ്ടാവാതിരിക്കാം. ഒരു കോളേജിൽ എല്ലാ കുട്ടികളും ഒരു ഇൻ്റർപ്രറ്റീവ് കമ്മ്യൂണിറ്റി ആയിട്ട് വേണമെങ്കിൽ കണക്കാക്കാൻ പറ്റും. ബിക്കോസ് യു ഓൾ ഷെയർ സർട്ടൻ ലാംഗ്വേജ് ഫീച്ചേഴ്സ്, certain styles of speaking. So there is something similar in the way people think when they are part of an institution. അപ്പോൾ നിങ്ങളുടെ BA ഇംഗ്ലീഷ് ക്ലാസ് ഒരു ഇൻ്റർപ്രറ്റീവ് കമ്മ്യൂണിറ്റിയാണ്. എങ്ങനെയാണ്? ഇവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഈ 3 വർഷം കൊണ്ട് ആർജിച്ചെടുത്തിട്ടുള്ള ചില ആശയങ്ങൾ, ഉപയോഗിക്കുന്ന ചില പദങ്ങൾ, അധ്യാപകരിൽ നിന്ന് കിട്ടിയിട്ടുള്ള ചില വാക്കുകൾ, അവരുടെ ശൈലികൾ, വായനാ രീതികൾ, ഇതെല്ലാം ഒരു പക്ഷേ ഈ കോളേജിലെ വേറെ കോഴ്സ് ചെയ്യുന്ന വിദ്യാർത്ഥികളുമായി വ്യത്യാസം ഉണ്ടാവും. ഒരു കവിതയെ വ്യാഖ്യാനിക്കാൻ തന്നാൽ ഒരു പക്ഷേ നിങ്ങളിൽ പലരും അതിൽ ഫെമിനിസവും മാർജിനലൈസേഷനും പെട്രിയാർക്കിയും ഒക്കെ ആ കവിതയിൽ കണ്ടുപിടിച്ചെന്നിരിക്കും. ഇത് ചിലപ്പോൾ സയൻസ് പഠിക്കുന്ന അല്ലെങ്കിൽ മറ്റു വിഷയങ്ങൾ പഠിക്കുന്ന വിദ്യാർത്ഥികൾ കണ്ടില്ല എന്ന് വരാം, ചിലപ്പോൾ കാണാം. പക്ഷേ there will be a difference in the way you interpret a text and somebody else interprets. നിങ്ങളും മറ്റ് കോളേജുകളിലെ BA ഇംഗ്ലീഷ് വിദ്യാർത്ഥികളുമായും വ്യത്യാസമുണ്ടാവാം. അപ്പോൾ ഈ BA ഇംഗ്ലീഷ് മടപ്പള്ളി കോളേജിലെ അല്ലെങ്കിൽ ഒരു പ്രത്യേക കോളേജിലെ BA ഇംഗ്ലീഷ് വിദ്യാർത്ഥികൾ എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എൻ ഇൻ്റർപ്രറ്റീവ് കമ്മ്യൂണിറ്റി. അക്കോർഡിംഗ് ടു ഫിഷ്, our individual subjective responses to literature are really products of the interpretive community to which we belong. നമ്മുടെ സ്വന്തമായിട്ടുള്ളൊരു വ്യാഖ്യാനമാണ് എന്ന് നമുക്ക് അവകാശപ്പെടാൻ പറ്റില്ല എന്നാണ് ഫിഷ് പറയുന്നത്. കാരണം നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ ഉള്ള വിദ്യാർത്ഥികളുടെ ആശയങ്ങളും സ്വാധീനവും നിങ്ങളുടെ വ്യാഖ്യാനത്തിലുണ്ടാവും. സോ ഇൻ ദിസ് തിയറി, interpretation is seen as a social response rather than a subjective one. By interpretive community, fish means a set of members who share certain reading strategies and a set of assumptions. Interpretive communities consist of a group of informed readers. Informed in what way? It means that members should have linguistic competence by having internalized the syntactic and semantic knowledge required for reading and be familiar with literary conventions. Syntactic knowledge means the knowledge of which words to be placed where in a sentence. So it's a sense of the word order. Kapil is a good comedian is a sentence with correct syntax. Kapil is a good comedian. But good is a comedian Kapil is syntactically wrong. Semantic refers to the meaning of the words used. ഭാഷയെക്കുറിച്ചും അതിലെ പ്രയോഗങ്ങളെക്കുറിച്ചും വാക്കുകളുടെ അർത്ഥങ്ങളെക്കുറിച്ചും കുറച്ച് ധാരണ ഉള്ള ആളുകളാണ് ഇൻ്റർപ്രറ്റീവ് കമ്മ്യൂണിറ്റിയിൽ ഉണ്ടാവുക എന്നാണ് ഫിഷ് പറയുന്നത്. അവരെയാണ് ഇൻഫോംഡ് റീഡർ എന്ന് ഫിഷ് വിളിക്കുന്നത്. Interpretive communities can keep on changing. Suppose a new student joins your class. Your interpretive community has changed. Or if somebody leaves it, it has again changed. Hence, it is not static. മാറിക്കൊണ്ടിരിക്കാം. Readers can belong to one or more interpretive communities. You can be a member of the literary club in your locality as well. അതൊരു ഡിഫറെൻറ്റ് ഇൻ്റർപ്രറ്റീവ് കമ്മ്യൂണിറ്റിയാണ്. You might join for a postgraduate course in another college.
So you have changed your interpretive community in some way, but the other one also remains. Interpretive communities can overlap. Thus, Fisher's theory makes a strong case against subjective response theory. The informed reader is continuously regularized and monitored by the powerful interpretive communities. In the next video, we examine the reader response theory, which was popularly known as reception theory in Germany.